Good morning, my dear students. Last class we learned about simple machines അഥവാ ലഘുയന്ത്രങ്ങൾ. എല്ലാവർക്കും ഓർമ്മയില്ലേ? The machines which make our work easier. നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന യന്ത്രങ്ങളാണ് ലഘുയന്ത്രങ്ങൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുല്ലോ. അപ്പോൾ ഇനിയും നമ്മുടെ വീടുകളിലുള്ള കുറേ ലഘുയന്ത്രങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻസ് യു മസ്റ്റ് ഹാവ് ഫൗണ്ട് ഔട്ട് അല്ലേ, എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന ലഘുയന്ത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വർക്ക് ഈസി ആക്കുന്നതെന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ നമുക്കൊന്ന് പാർക്കിലേക്ക് പോകാം കേട്ടോ. അവിടെ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ രണ്ട് കുട്ടികൾ, ഒരു ചെറിയ കുട്ടി ഒരു വലിയ കുട്ടിയും കൂടിയിട്ട് പാർക്കിൽ കളിക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ പാർക്കിൽ എന്തിലാണ് കളിക്കാറ്? സീസോ. അപ്പോൾ നമുക്ക് നോക്കാം പാർക്കിൽ എന്താ ഉണ്ടാവണേന്ന്. On the first seesaw, the bigger boy has easily lifted up the small child. ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ചേട്ടൻ ഒരു ചെറിയ കുട്ടിയെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം കാണാം. പേജ് നമ്പർ 76. You see the two children balancing each other on the second seesaw. സെക്കൻഡ് പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ രണ്ട് പേരും ഒരു സീസോയിൽ ഇങ്ങനെ നിൽക്കുക. ഒരാളും മുകളിലല്ല ഒരാളും താഴെയല്ല, രണ്ട് പേരിങ്ങനെ തുലനം ചെയ്ത് നിൽക്കുക എന്ന് പറയും, ബാലൻസ് ചെയ്ത് നിൽക്കണം. മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കിയപ്പോൾ നമ്മുടെ ഇത്തിരി കുഞ്ഞൻ, നമ്മുടെ മണിക്കുട്ടൻ 10ാം ക്ലാസ്സിലുള്ള ചേട്ടനെ ഈസി ആയിട്ട് ഇങ്ങനെ സീസോയിൽ പൊന്തിച്ച് നിർത്തിയിരിക്കുക. അപ്പോൾ എന്തൊക്കെ കാണാൻ സാധിക്കും? 3 ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഓൺ ദ ഫസ്റ്റ് സീസോ ദ ബിഗർ ബോയ് ഹാസ് ഈസിലി ലിഫ്റ്റഡ് അപ്പ് ദ സ്മോൾ ചൈൽഡ്. യു സീ ദ സെക്കൻഡ് ചിൽഡ്രൻ ബാലൻസിങ് ഈച്ച് അതർ ഓൺ ദ സെക്കൻഡ് സീസോ. രണ്ടാമത്തേൽ എന്താ ഉണ്ടാവുന്നത്? 2 children ആർ ബാലൻസിങ് ഓൺ ദി സെക്കൻഡ് സീസോ. Don't you see that the small child has easily lifted up the bigger boy on the third seesaw? മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണാൻ സാധിക്കുന്നത്? നമ്മുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മണിക്കുട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വലിയ ചേട്ടനെ സീസോ വെച്ചിട്ട് ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ്. ഇതെങ്ങനെയുണ്ട് ടെക്നിക്ക്? നമുക്ക് പഠിക്കണമല്ലേ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വലിയ മരോ വലിയ കല്ലോ ഉരുട്ടി എവിടേക്കെങ്കിലും മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ you must have seen they must be using some road അല്ലേ. എന്തെങ്കിലും ഭാരമുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ മരത്തടിയോ നമുക്ക് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കൂ, എവിടേക്കെങ്കിലും മാറ്റിയിടണമെന്ന് വിചാരിക്കൂ. നമ്മൾ അപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വലിയ ഒരു വടി ഉപയോഗിച്ചിട്ടാണ് അതിനെ മറച്ചിടുക അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസോയിലായാലും നമ്മുടെ വലിയ ഒരു റോഡ് വെച്ചിട്ട് ഒരു സാധനം മറച്ചിടുകയാണെങ്കിലും അവിടെ ഒരു ബിന്ദു, ഒരു നിശ്ചിത ബിന്ദു ഉണ്ടായിരിക്കും. ആ ഒരു ബിന്ദുവിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ റോഡ് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ സീസോയിൽ നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ പോയിന്റ് ഇൻ വിച്ച് ദിസ് സീസോ ഈസ് മൂവിങ് ഈസിലി അല്ലേ. നടുവിൽ ഒരു പോയിൻ്റ് ഉണ്ട് അല്ലേ. ആ രണ്ട് കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ വെച്ചിട്ടാണ് ഈ സീസോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീസോ ആയാലും നമ്മുടെ വീട്ടിലെ വലിയ കല്ല് ഉരുട്ടി അപ്പുറത്തേക്ക് ഇടുമ്പോഴായാലും നമ്മൾ ഉപയോഗിക്കുന്നത് ലിവറുകളാണ്, അതായത് ഉത്തോലകങ്ങൾ. എന്താണ് ഈ ലിവർ അല്ലെങ്കിൽ ഉത്തോലകം? അതായത് ദൃഢദണ്ഡുകളാണ്, അതായത് നല്ല ബലമുള്ള റോഡുകൾ അഥവാ ദണ്ഡ് വടികളാണ് ഈ ഉത്തോലകങ്ങൾ. അപ്പോൾ ഈ ഉത്തോലകത്തിൻ്റെ പ്രത്യേകത എന്താ? അതൊന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഉത്തോലകങ്ങൾ അഥവാ ലീവേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു സീസോ അല്ലേ. സീസോയിൽ ഒരു ചെറിയ കുട്ടിയും ഒരു വലിയ കുട്ടിയുമായിരുന്നു. ആദ്യം വലിയ കുട്ടി ചെറിയ കുട്ടിയെ ലിഫ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഉയർത്തി, പിന്നെ 2 പേരും ബാലൻസ് ചെയ്ത് നിന്നു. പിന്നെ മൂന്നാമത്തെ ചിത്രത്തിൽ ചെറിയ കുട്ടി വലിയ ചേട്ടനെ ലിഫ്റ്റ് ചെയ്തു. ഇനി നമ്മുടെ വീട്ടിൽ ഭാരമുള്ള ഹെവി ആയിട്ടുള്ള മരങ്ങളും അല്ലെങ്കിൽ മരത്തടികൾ അല്ലെങ്കിൽ കല്ലുകൾ ഉരുട്ടി മറച്ചിടാൻ അല്ലേ എന്ത് ചെയ്യാറുണ്ട്? വലിയ കനമുള്ള ദണ്ഡുകൾ, റോഡുകൾ, സ്ട്രോങ് റോഡുകൾ ഉപയോഗിക്കാറുണ്ട്. ദണ്ഡ് അല്ലേ, വടി, അത് ഇരുമ്പിൻ്റെ വടിയാണ് അല്ലേ. ബാക്കിയുള്ള വടിയൊക്കെ നമ്മൾ കുത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ദിസ് സ്ട്രോങ് അയൺ റോഡ്സ് ആർ നോൺ ആസ് ലീവേഴ്സ്. ലീവേഴ്സ് അഥവാ ഉത്തോലകങ്ങൾ. അപ്പോൾ ഈ ഉത്തോലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡുകൾ മാത്രമല്ല, എല്ലാ ദണ്ഡുകളെയും നമ്മൾ ഉത്തോലകം അല്ലെങ്കിൽ ലീവേഴ്സ് എന്ന് പറയില്ല. അപ്പം ലീവേഴ്സിന് എന്താ പ്രത്യേകത?
Levers are rigid rods that are free to move at a fixed point. ഇപ്പോൾ നമ്മൾ നേരത്തെ സീസോ നോക്കാം. സീസോയിൽ നടുവിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ നമ്മുടെ സീസോ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് ചലിച്ചത് അല്ലേ. അപ്പോൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. എന്താണ്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ഫ്രീ ടു മൂവ്, അങ്ങനെ ചലിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ദൃഢമായിട്ടുള്ള ദണ്ഡുകൾ. എന്താ ദണ്ഡുകൾ എന്ന് പറഞ്ഞാൽ റോഡ് അല്ലേ, അല്ലെങ്കിൽ വടി എന്നൊക്കെയാണ് അർത്ഥം. റോഡുകളാണ് ലീവേഴ്സ്. ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ്. ലീവേഴ്സ് ആർ എന്താ പറയുക, സ്ട്രോങ് റോഡ്സ് ദാറ്റ് ആർ ഫ്രീ ടു മൂവ് അറ്റ് എ ഫിക്സഡ് പോയിൻറ്റ്. ഒരു നിശ്ചിത ബിന്ദു ഉണ്ടായിരിക്കും. ആ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ട് ആ ഒരു ഫിക്സഡ് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലീവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക. അപ്പോൾ നമ്മുടെ ഈ സീസോ, പിന്നെ നമ്മൾ വീട്ടിൽ കല്ലൊക്കെ മറിച്ചിടാൻ, സ്റ്റോൺസൊക്കെ മറിച്ചിടാൻ ഉപയോഗിക്കുന്ന വലിയ വലിയ അയൺ റോഡ്സ്, ഇതിൻ്റെയൊക്കെ അടിയിൽ നമ്മൾ ഈ വലിയ കല്ലിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് അവരൊരു സൂത്രം ചെയ്യും. ഒരു കുഞ്ഞിയ കല്ല് ഈ കല്ലിൻ്റെ അടിയിൽ എന്ത് വയ്ക്കും? ഈ റോഡ് അല്ലെങ്കിൽ ഉത്തോലകം വയ്ക്കും. അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞ് കല്ല് വയ്ക്കും. എന്തിനായിരിക്കും ആ കല്ല് വെച്ചിട്ടുണ്ടാവുക? പേജ് നമ്പർ 78 നോക്കുകയാണെങ്കിൽ നമ്മുടെ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഒരു വലിയ കല്ല്, ഹീ ഈസ് ട്രൈങ് ടു മൂവ് എ ബിഗ് സ്റ്റോൺ വിത്ത് ഹെൽപ്പ് ഓഫ് എ ലീവർ. ലീവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉത്തോലകം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ലീവേഴ്സ് ആർ rigid rods that are free to turn at a fixed point. ഒരു ഫിക്സഡ് പോയിന്റിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ സാധിക്കുന്ന എന്താ പറയുക, റോഡുകൾ, സ്ട്രോങ് റോഡുകൾ, ദൃഢമായ ദണ്ഡുകളാണെന്ന് പഠിച്ചു. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 78 എന്താ ചെയ്യുന്നത്? ഈ ലീവർ അല്ലെങ്കിൽ ഉത്തോലകം വെച്ചിട്ട് നമ്മുടെ ഒരു ചേട്ടൻ എന്ത് ചെയ്യുന്നു? വലിയൊരു സ്റ്റോണ് മറച്ചിടാൻ നോക്കുകയാണ്, തള്ളി മറച്ചിടാൻ നോക്കുക. അപ്പോൾ he have kept a small stone under his lever. നിങ്ങൾ കണ്ടോ പേജ് നമ്പർ 78 ഒരു വലിയ കല്ലുണ്ട്. ഈ വലിയ കല്ലിൻ്റെ അടിയിൽ ഈ ചേട്ടൻ ഈ നമ്മുടെ ലീവർ അല്ലെങ്കിൽ ഉത്തോലകം, ഈ വലിയ സ്ട്രോങ് റോഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞിയ കല്ല്. അതെന്തിനാ അത്? അതാണ് ആ ഫിക്സഡ് പോയിന്റ്. നമ്മുടെ സീസോയിൽ കണ്ടില്ലേ, ആ ഒരു പലക അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു നടുവിലൊരു പോയിന്റ് ഉണ്ട്. നടുവിലല്ല, നീക്കാൻ ഒരു പോയിന്റിലുണ്ട്. ആ പോയിന്റിൽ വെച്ചിട്ടാണ് ഈ പലക അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത്. അതുപോലെ തന്നെ വലിയ കല്ല് മറച്ചിടാൻ വേണ്ടി സ്ട്രോങ് റോഡ് ഇങ്ങനെ വെക്കുമ്പോൾ ഈ റോഡിൻ്റെ താഴെ ഒരു കുഞ്ഞിയ കല്ല് വെക്കുന്നു. ആ കല്ലിൻ്റെ പോയിന്റിലാണ് ഈ ലീവറുകൾ ചലിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫിക്സഡ് പോയിന്റ്. അപ്പോൾ ഈ ഫിക്സഡ് പോയിൻറ്റിനൊരു പേരുണ്ടായിരിക്കുമല്ലോ. എന്തായിരിക്കും ആ ഫിക്സഡ് പോയിൻറ്റിൻ്റെ പേര്? അപ്പോൾ ഇനിയും കുറേ പഠിക്കാനുണ്ടല്ലേ. സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഈസി അല്ല, കുറേ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഈ ഫിക്സഡ് പോയിൻറ്റിൻ്റെ പേരെന്താ. ബാക്കിയും ഇനിയും ഇങ്ങനെ കുറേ പാർട്സുകളുണ്ടോ, നമുക്ക് നോക്കണ്ടേ? ഒന്ന് പേജ് നമ്പർ 78 എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. എല്ലാവരും 78ാമത്തെ പേജ് നമ്പർ എടുത്തില്ലേ? വി ക്യാൻ സീ എ മാൻ ഈസ് ട്രൈങ് ടു ലിഫ്റ്റ് എ ബിഗ് റോക്ക്, ഒരു വലിയൊരു സ്റ്റോൺ, ട്രൈങ് ടു മൂവ് വിത്ത് എ ക്രോബാർ, ഒരു ചെറിയൊരു കമ്പിപ്പാര, വലിയൊരു കമ്പിപ്പാര ഉപയോഗിച്ചിട്ട് ഒരു വലിയ കല്ലിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. ആൻഡ് ഇഫ് യു ക്ലോസ്ലി ഒബ്സർവ് വി ക്യാൻ സീ ദാറ്റ് എ സ്മോൾ സ്റ്റോൺ ഈസ് കെപ്റ്റ് അണ്ടർ ദിസ് ക്രോബാർ. നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ വലിയ പാരക്കോലിൻ്റെ ക്രോബാറിൻ്റെ താഴെ ഒരു ചെറിയ കല്ല് വെച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും അതങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കാം? ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫിക്സഡ് പോയിൻ്റ് അറ്റ് വിച്ച് ദിസ് ലിവർ ടേൺസ് ഈസിലി. നമ്മളിത് എവിടെയോ പഠിച്ചുല്ലോ, ഉത്തോലകങ്ങൾ. ദൃഢദണ്ഡുകൾ, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ്
ഉത്തോലകങ്ങൾ. levers are strong rods that can easily turn at a fixed point. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞേ കല്ല് എന്താ, ഒരു ഫിക്സഡ് പോയിൻ്റ് ആണ് അല്ലേ, ഈ കല്ലിനെ മറച്ചിടാൻ വേണ്ടിയിട്ട്. ടു മൂവ് ദിസ് ബിഗ് സ്റ്റോൺ, ദിസ് ക്രോബാർ, ദിസ് സ്മോൾ സ്റ്റോൺ ഹെൽപ്സ് ദി ക്രോബർ അല്ലേ. ഈ കുഞ്ഞേ കല്ല് ആരെ സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ പാരക്കോലിനെ സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കുഞ്ഞേ കല്ലിനെ നമുക്കൊരു പേര് വിളിക്കണ്ടേ? ഈ കുഞ്ഞേ കല്ലിൻ്റെ പേരാണ് ഫൽക്രം അഥവാ ധാരം. അതിൻ്റെ ആധാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. ആ ഒരു കമ്പിപ്പാര വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ലിവർ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ധാരം അല്ലെങ്കിൽ അതിൻ്റെ ബേസ് അതിനെയാണ് നമ്മൾ ഫൽക്രം അഥവാ ധാരം എന്ന് പറയാം. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ നമ്മുടെ ക്രോബാർ അഥവാ വലിയൊരു ദണ്ടുണ്ട്. ഈ ദണ്ടിനെ സുഖമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ ആ ചേട്ടനെ സഹായിക്കുന്നത് ഒരു കുഞ്ഞി കല്ലാണ്. ആ കുഞ്ഞി കല്ലിനെ ആ സ്ഥലത്തെ പറയുന്ന പേരാണ് ധാരം അഥവാ ഫൽക്രം. ശ്രദ്ധിച്ചിരിക്കുക, ധാരം അഥവാ ഫൽക്രം അല്ലേ. അപ്പോൾ ഈ ചേട്ടൻ എന്തിനാ മറച്ചിടാൻ നോക്കുന്നത്? ഒരു വലിയ കല്ലിനെ അല്ലേ. അപ്പോൾ ആ കല്ല് അല്ലെങ്കിൽ ആ സ്റ്റോൺ, ദാറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് അഥവാ രോധം. നേരത്തെ നമ്മൾ പഠിച്ചത് ധാരമാണ്, ആധാരം. ആ ഒരു ലിവർ ചലിക്കാൻ ആധാരം അല്ലെങ്കിൽ ആ ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരം. കുഞ്ഞി കല്ലിൻ്റെ പേര് ധാരം. എന്താ പേര്? ഫൽക്രം. ഇത് കല്ല്, വലിയ കല്ല്. നമ്മൾ മറച്ചിടാൻ എന്തിനാണ് നോക്കുന്നത്? വലിയ കല്ലിനെ. അപ്പോൾ എന്തിനെയാണോ നമ്മൾ അവിടെ, എന്ത് പ്രവൃത്തിനെയാണോ അവിടെ എളുപ്പമാക്കാൻ നമ്മൾ നോക്കുന്നത്, അപ്പോൾ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, വലിയൊരു കല്ലാണ് അല്ലേ. അപ്പോൾ അതാണ് രോധം അഥവാ റെസിസ്റ്റൻസ്. ടീച്ചർ ഇനി ഉദാഹരണങ്ങൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കാം, വലിയ കല്ലാണ് നമ്മൾ മറച്ചിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ രോധം അഥവാ റെസിസ്റ്റൻസ്. കുഞ്ഞിയ കല്ലിൻ്റെ പേരെന്തായിരുന്നു? ഫൽക്രം അഥവാ ധാരം. അപ്പോൾ നമ്മുടെ ഈ പിക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ചേട്ടൻ എവിടെയാണ് ബലം ഉപയോഗിക്കുന്നത്? ബലം ഉപയോഗിക്കുന്നത്, എഫേർട്ട് കൊടുക്കുന്നത് കല്ലിനെ ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇത് നമ്മുടെ ടീച്ചറുടെ ക്രോബാറാട്ടോ. ടീച്ചർ ക്രോബാർ ഇങ്ങനെ താഴത്തേക്ക് ആക്കില്ലേ. അപ്പോൾ ഈ ക്രോബാറിൻ്റെ അറ്റത്തല്ലേ ടീച്ചർ ബലം അല്ലെങ്കിൽ ടീച്ചറുടെ എല്ലാ ശക്തി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അറ്റം നമ്മൾ എവിടെയാണോ നമ്മുടെ ശക്തി പ്രയോഗിക്കുന്നത് അതാണ് നമ്മുടെ എഫേർട്ട് അഥവാ യത്നം. എന്താ പറയുക? എഫേർട്ട്. നമ്മൾ എവിടെ എഫേർട്ട് ഇടുന്നത് അവിടെയാണ് നമ്മുടെ യത്നം അഥവാ എഫേർട്ട് എന്ന് പറയാം. നമ്മൾ നമ്മുടെ ശക്തി, ദ ഫോഴ്സ് വി അപ്ലൈ, നമ്മുടെ ശക്തി എവിടെയാണോ പ്രയോഗിക്കുന്നത് അതാണ് എന്ത് പറയുന്നത്? നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ യത്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എളുപ്പമാക്കാൻ സഹായിക്കുന്ന വസ്തുക്കളാണ് നമ്മുടെ ലഘുയന്ത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ സീസോ ഉത്തോലകങ്ങളാണ് അല്ലേ. സീസോ ഒരു ലഘുയന്ത്രമാണ്. വസ്തുക്കളെ നമുക്ക് ഈസി ആയിട്ട്, ചെറിയ കുട്ടിക്ക് വലിയ കുട്ടിയെ ഉയർത്താൻ സാധിച്ചു. അപ്പോൾ സീസോ എന്താണ്? ഒരു ലഘുയന്ത്രമാണ്. ഈ സീസോ എന്ന് പറയുന്നത് ഒരു ഉത്തോലകമാണ്. എന്താ ഉത്തോലകങ്ങൾ? ഒരു ദൃഢദണ്ഡ്, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡാണ് എന്ത്? സീസോ. അപ്പോൾ സീസോ ഒരു ലഘുയന്ത്രമാണ്, സീസോ ഒരു ഉത്തോലകമാണ്. ഇനി ഈ ഉത്തോലകങ്ങൾ നമ്മുടെ ജോലി എങ്ങനെയാണ് എളുപ്പമാക്കുന്നത്? ഈ ഉത്തോലകങ്ങൾക്ക് ഒരു നിശ്ചിത ബിന്ദു ഉണ്ട്. ആ നിശ്ചിത ബിന്ദുവിൽ ഇറ്റ് ക്യാൻ മൂവ് ഈസിലി ഹിയർ ആൻഡ് ദർ. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ഫൽക്രം അഥവാ ധാരം. അപ്പോൾ ഈ എവിടെയാ എന്ത് വർക്കാണ് നമ്മൾ ചെയ്തത്? ഒരു വലിയ കല്ലിനെ മറച്ചിടുന്നു. അപ്പോൾ ആ വലിയ കല്ലാണ് നമ്മുടെ ദ ഫോഴ്സ് വി ഓവർകം ബൈ ദ എഫേർട്ട്. നമ്മൾ നമ്മുടെ എഫേർട്ട് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ കല്ലിനെ പൊക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ കല്ല് അവിടുത്തെ റെസിസ്റ്റൻസ് അഥവാ രോധമാണെന്ന് പറഞ്ഞു. ഇനി എവിടെയാണ് നമ്മൾ ശക്തി പ്രയോഗിക്കുന്നത്? ആ സ്ഥലമാണ് എഫേർട്ട്. ദ ഫോഴ്സ് വി അപ്ലൈ ഈസ് എഫേർട്ട് അഥവാ
യത്നം. അപ്പോൾ ഇതിപ്പോൾ കല്ലിൻ്റെ കേസിൽ നമ്മൾക്കറിയാം ക്രോബാർ അല്ലെങ്കിൽ പാരക്കോലിൻ്റെ അവിടെ താഴോട്ട് ബലം പ്രയോഗിക്കുന്ന ഭാഗമാണ് യത്നം അഥവാ എഫേർട്ട്. കുഞ്ഞിക്കല്ലാണ് രോധം അഥവാ നമ്മുടെ ഫൽക്രം. വലിയ കല്ലാണ് റെസിസ്റ്റൻസ് അഥവാ രോധം. ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി ടീച്ചർ കുറേ ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. അതിൽ നമ്മുടെ ഫൽക്രമേത, ധാരമേത, രോധമേത എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ടീച്ചർ ഒരു ലെമൺ സ്ക്വീസർ കാണിച്ചു തരാണ്. ഈ ലെമൺ സ്ക്വീസറിൽ ടീച്ചർ എവിടെയാണ് ബലം പ്രയോഗിക്കുക? ഇവിടെയാണല്ലേ. അപ്പോൾ ഈ ബലം പ്രയോഗിക്കുന്ന എഫേർട്ട്, ദ ഫോഴ്സ് വി അപ്ലൈ ഈസ് നോൺ ആസ് എഫേർട്ട് അല്ലേ. ഇവിടെയല്ലേ ടീച്ചർ ബലം പ്രയോഗിക്കുക. ഇനി എവിടെയാണ് നമ്മുടെ ചെറുനാരങ്ങിരിക്കുക? ഇവിടെ അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ റെസിസ്റ്റൻസ് അഥവാ രോധം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിക്സഡ് പോയിൻ്റ് ഉണ്ടല്ലോ, സുഖമായിട്ട് ചലിക്കുന്ന ഫിക്സഡ് പോയിൻ്റ്. അതെവിടെയാ? ഇതാണ് ആ ഫിക്സഡ് പോയിൻ്റ് അല്ലേ. സുഖമായിട്ട് തുറക്കാനും അടയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിക്സഡ് പോയിൻ്റ്. ഈ പോയിൻ്റ് ഇല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ തുറക്കാൻ പറ്റുമോ? അപ്പോൾ ഈ പോയിൻ്റാണ് ഇതിൻ്റെ ഫൽക്രം അഥവാ നമ്മുടെ ആധാരം. എവിടെയാണ് നമ്മൾ ചെറുനാരങ്ങ വയ്ക്കുക? ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. എവിടെയാണ് ടീച്ചർ ബലം പ്രയോഗിക്കുക? ഇവിടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ എഫേർട്ട് അഥവാ യത്നം. അപ്പോൾ ഇനിയും കുറേ സാധനങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേപ്ലർ എടുത്തു. ഈ സ്റ്റേപ്ലറിൽ എവിടെയാണ് ഇതിൻ്റെ ഫിക്സഡ് പോയിൻ്റ്? ഇവിടെയാണല്ലേ. ഇതിന് ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റണ ഭാഗം ഫിക്സഡ് പോയിൻ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ധാരം അല്ലേ. ആധാരം അല്ലേ. ധാരം അഥവാ ഫൽക്രം. ഇനി എവിടെയാണ് നമ്മൾ പേപ്പർ വയ്ക്കുക? ടീച്ചർ കാണിച്ചു തരാം. എവിടെയാണ് പേപ്പർ വയ്ക്കുക? ഇവിടെ അല്ലേ. അപ്പോൾ ഈ പേപ്പർ വയ്ക്കുന്ന സ്ഥലമാണ് രോധം അഥവാ റെസിസ്റ്റൻസ്. ഇനി എവിടെയാണ് നമ്മൾ ബലം പ്രയോഗിക്കുക? ഇവിടെ അല്ലേ. അപ്പോൾ ഈ ബലം പ്രയോഗിക്കുന്ന ഭാഗമാണ് അതിൻ്റെ യത്നം അഥവാ എഫേർട്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഫൽക്രം കണ്ടുപിടിച്ചു, റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, എഫേർട്ട് കണ്ടുപിടിച്ചു. രണ്ട് ഉപകരണങ്ങളുടെ എന്തൊക്കെ കണ്ടുപിടിച്ചു നമ്മൾ? എന്താ പറയുക? ഫൽക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രോധം, എഫേർട്ട് എന്ന് പറഞ്ഞാൽ യത്നം. ഇനി സ്ക്രൂ ഡ്രൈവർ അല്ലേ. ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ സ്ക്രൂ ഇരിക്കുന്ന ഭാഗം ഇതല്ലേ, ഇവിടെയല്ലേ സ്ക്രൂവ്. ഈ സ്ക്രൂ ഇരിക്കുന്ന ഭാഗമാണ് അതിൻ്റെ റെസിസ്റ്റൻസ് അഥവാ രോധം. എവിടെയാണ് നമ്മൾ ബലം പ്രയോഗിക്കുക? ഈ ഭാഗം. ഇതാണ് അതിൻ്റെ എഫേർട്ട് അഥവാ യത്നം. അപ്പോൾ ഏതാ അതിൻ്റെ ഫിക്സഡ് പോയിൻ്റ്? ഇതാണ് അതിൻ്റെ ഫിക്സഡ് പോയിൻ്റ്. മനസ്സിലായോ? ഇനി കത്രിക. എവിടെയാണ് നമ്മൾ പേപ്പർ വയ്ക്കാൻ, മുറിക്കാൻ? ഇവിടെ അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. ഏതാ ഫൽക്രം? ഇവിടെയാണ് ഇങ്ങനെ സുഖമായിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഇതാണ് അതിൻ്റെ ഫൽക്രം അഥവാ ധാരം. ഇതെന്താ? ഇവിടെയല്ലേ എഫേർട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ യത്നം. പരീക്ഷയ്ക്ക് വരും കേട്ടോ. കുറേ സിമ്പിൾ മെഷീൻ്റെ പിക്ചർ തന്നിട്ട് അതിൻ്റെ ധാരം, രോധം, യത്നം അടയാളപ്പെടുത്താൻ വരും. എന്താ വരിക? ഫൽക്രം, റെസിസ്റ്റൻസ്, എഫേർട്ട്. ടീച്ചർ 4 എണ്ണത്തിൻ്റെ പറഞ്ഞു, ഇനിയും പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു സാധനം നമ്മുടെ അടുക്കളയിൽ കാണുന്നതാണല്ലേ. ഈ അടുക്കളയിൽ എവിടെയാണ് നമ്മൾ ഭാരമുള്ള സാധനം വെക്കുക? ടീച്ചർ ഒരു കപ്പ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ കപ്പ് ടീച്ചർ ഇങ്ങനെ പൊക്കുകയാണ് അല്ലേ. കപ്പിനെയല്ലേ പൊക്കണേ. അപ്പോൾ ഇതല്ലേ അതിൻ്റെ റെസിസ്റ്റൻസ്. ഇനി ടീച്ചർ എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത്? ഇവിടെയല്ലേ. അപ്പോൾ ഇതല്ലേ അതിൻ്റെ എഫേർട്ട്. അപ്പോൾ എവിടെയാണ് ഫിക്സഡ് പോയിൻ്റ്? ഫിക്സഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ. ഇങ്ങനെ ആക്കാൻ അതിന് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ എഫേർട്ട് എവിടെയാണ് കൊടുക്കുക? ഇവിടെ. ഇത് ധാരം അഥവാ ഫൽക്രം, ഇത് റെസിസ്റ്റൻസ്. ഇവിടെയല്ലേ നമ്മൾ ഭാരം വയ്ക്കുക. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെയല്ലേ വയ്ക്കുക. അപ്പോൾ ഇത് റെസിസ്റ്റൻസ്. ഇതെന്താ? ഫൽക്രം അഥവാ ധാരം. ഇവിടെ എഫേർട്ട്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ പ്ലയർ അല്ലേ. ഈ പ്ലയറിൽ നമ്മൾ ഇവിടെയല്ലേ ബലം പ്രയോഗിക്കുക. ദിസ് ഇസ് എഫേർട്ട്.
ഈ പോയിൻ്റ് അല്ലേ, അതല്ലേ അതിൻ്റെ ധാരം. ഇവിടെ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ പാക്കുവെട്ടിയുണ്ട്, സിസേഴ്സ് ഉണ്ട്, ലെമൺ സ്ക്വീസർ, പ്ലെയർ, ഫോർസെപ്സ്, സ്റ്റേപ്ലർ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെ ധാരം, രോധം, യത്നം എന്നിവ അടയാളപ്പെടുത്തുക, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കണ്ടുപിടിക്കുക. ഇനിയും കൂടുതൽ സിമ്പിൾ മെഷീൻസ് ഉണ്ട്. ആ സിമ്പിൾ മെഷീൻസിൻ്റെയൊക്കെ ധാരം, രോധം, യത്നം ഈ 3 കാര്യങ്ങളും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 77 ഒരു ആക്ടിവിറ്റി ഉണ്ട്, സീസോ നിർമ്മിക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താ പറയുക, സ്കെയിലും മാച്ച് ബോക്സും ഒക്കെ വെച്ചിട്ട് ഒരു സീസോ നിർമ്മിക്കുക. ഈ സീസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ മെഷീനാണ് അല്ലേ. സിമ്പിൾ മെഷീനാണെങ്കിൽ അത് ലീവറും ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുക ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കറക്റ്റായിട്ട് ആ സീസോ നിർമ്മിക്കുക, എന്നിട്ട് വീഡിയോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ച് കാണിച്ചു തരണം എങ്ങനെയാണ് ഒരു മാർബിൾ ബോളിന്, ഒരു ഗോലിക്കായയ്ക്ക് 5 ഗോലിക്കായന് ഉയർത്താൻ സാധിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. കുഞ്ഞു കുട്ടിക്ക് വലിയ കുട്ടിയെ ഉയർത്താൻ സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലീവർ. സോ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ഉത്തോലകങ്ങൾ. സീസോ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മെഷീനാണ്, ഒരു ലഘുയന്ത്രമാണ്. എന്താണ് സീസോയിൽ എന്താ ജോലി എളുപ്പമാക്കുന്ന ലീവറുകൾ, ഉത്തോലകങ്ങൾ. എന്താ ഉത്തോലകങ്ങൾ? ദൃഢദണ്ഡുകളാണ്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ്. സ്ട്രോങ് റോഡ്സ് ദാറ്റ് ആർ ഫ്രീ ടു ടേൺ അറ്റ് എ ഫിക്സഡ് പോയിന്റ്. ഇനി ഈ ഉത്തോലകങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ജോലി എളുപ്പമാക്കാൻ സാധിക്കും. അപ്പോൾ ജോലി എളുപ്പമാക്കാൻ വേണ്ടി ഈ ഉത്തോലകങ്ങളെ സഹായിക്കുന്ന ഒരു നിശ്ചിത ബിന്ദു ഉണ്ട്. ആ വലിയ കല്ല് മറച്ചിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ കല്ലാണ് ഉത്തോലകത്തിൻ്റെ ബിന്ദു, നിശ്ചിത ബിന്ദു. അതാണ് ധാരം അഥവാ ഫൽക്രം. ഇനി എന്താണ് നമ്മൾ മറച്ചിടാൻ ശ്രമിക്കുന്നത്? വലിയ കല്ല്. ആ വലിയ കല്ലാണ് റെസിസ്റ്റൻസ് അഥവാ രോധം. എവിടെയാ ബലം പ്രയോഗിക്കുന്നത്? അതാണ് എഫേർട്ട് അഥവാ യത്നം. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ ഒരു ലെമൺ സ്ക്വീസറിൽ ടീച്ചർ ബലം പ്രയോഗിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ യത്നം. ഇവിടെയാണ് നമ്മൾ നാരങ്ങ വയ്ക്കുക. അപ്പോൾ ഈ നാരങ്ങ വയ്ക്കുന്ന ഭാഗമാണ് റെസിസ്റ്റൻസ്. ഏതാ ഫിക്സഡ് പോയിൻ്റ്? ഇതാണ് ഫിക്സഡ് പോയിൻ്റ്, അതാണ് ധാരം. അപ്പോൾ പല സിമ്പിൾ മെഷീൻസിൻ്റെയും ഫൽക്രം, ധാരം, റെസിസ്റ്റൻസ്, രോധം, യത്നം, എഫേർട്ട് ഇതൊക്കെ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ടെക്സ്റ്റ് നമ്പർ പേജ് നമ്പർ 78 പല സിമ്പിൾ മെഷീൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ധാരം, രോധം, യത്നം, ഫൽക്രം, റെസിസ്റ്റൻസ്, എഫേർട്ട് മാർക്ക് ചെയ്യുക. വീട്ടിലൊരു സീസോ ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 77 ഒരു ആക്ടിവിറ്റി ഉണ്ട്. അടിസ്ഥാന ശാസ്ത്രം ടെക്സ്റ്റ് ബുക്ക് 77 പേജ് നമ്പറിൽ ഒരു സീസോ നിർമ്മിക്കാമെന്നൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവർത്തനത്തിൽ എന്തൊക്കെ സാമഗ്രികൾ ആവശ്യമാണ്? ദ തിങ്സ് നീഡഡ് എന്തൊക്കെയായിരുന്നു? ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മുടെ പെൻസിലിനെ ആദ്യം സ്റ്റിക്ക് ചെയ്യണം. അതിൻ്റെ മുകളിൽ ഒരു സ്കെയിൽ വെക്കണം. അതിൻ്റെ ഇരുവശങ്ങളിലുമായി നമ്മൾ മാച്ച് ബോക്സിൻ്റെ ബോക്സ്, തീപ്പെട്ടിയുടെ ഒരു 2 ബോക്സുകൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചു. അതിനുശേഷം ടീച്ചർ ഓരോ ബോക്സുകളിലും നമ്മുടെ ഗോലിക്കായ മാർബിൾസ് ഇട്ടു. അപ്പോൾ ഒരെണ്ണത്തിൽ ടീച്ചർ 1 ഇട്ടത്. മറ്റേ സൈഡിലുള്ള അതർ സൈഡിലുള്ള ബോക്സിൽ ടീച്ചർ 6 എണ്ണം വെച്ചു. അപ്പോൾ ഈ സീസോ ഉണ്ടാക്കിയപ്പോൾ നോക്കൂ, 6 മാർബിൾ ഗോലികൾ ഒരു മാർബിൾ ഗോലിയെ സുഖമായി ഉയർത്തി അല്ലേ. ചെറിയ കുട്ടീനെ വലിയ ചേട്ടൻ ഉയർത്തി നിൽക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ. അതേപോലെ തന്നെ ഇവിടെ 6 ഗോലിക്കായ ഒരു ഗോലിക്കായനെ സുഖമായിട്ട് അങ്ങോട്ട് ഉയർത്തി നിൽക്കുക. അതിപ്പോൾ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ അല്ലേ. ഇനി നമുക്കൊന്ന് നോക്കാട്ടോ അടുത്തത് എന്താ ഉണ്ടാവണേന്ന്. ഇനി ഇവിടെ എന്താ സംഭവിച്ചേന്ന് നോക്കൂ. നമ്മുടെ ഒരു ഗോലിക്കായ 6 ഗോലിക്കായെ സുഖമായി ഉയർത്തി ഇവിടെ നിൽക്കുന്നു. അതെങ്ങനെ പറ്റി? നമ്മുടെ ഈ സ്കെയിലുണ്ടല്ലോ, ഈ സ്കെയില് ഒരു ഉത്തോലകമായിട്ട് പ്രവർത്തിച്ചു അല്ലേ. സീസോയിൽ നമ്മൾ കണ്ടതാണല്ലോ, മണിക്കുട്ടൻ 10ാം ക്ലാസ്സിലുള്ള ഒരു ചേട്ടനെ സുഖമായിട്ട് ഉയർത്തിയത്. അപ്പോൾ സീസോയും ഒരു ഉത്തോലകമാണ് അല്ലേ. ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു
ഗോലിക്കായക്ക് 6 ഗോലിക്കായെ ഉയർത്താൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല അല്ലേ. അപ്പം നമ്മുടെ സ്കെയിലാണ് ഇവിടെ ഉത്തോലകമായിട്ട് പ്രവർത്തിച്ചത്, അതായത് ലീവർ. അപ്പോൾ ലീവേഴ്സ് ആർ റിജിഡ് റോഡ്സ് ദാറ്റ് ആർ ഫ്രീ ടു ടേൺ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. ഒരു നിശ്ചിത ബിന്ദുവിൽ ചലിക്കാൻ സാധിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ നിശ്ചിത ബിന്ദു? ഇവിടെ ഒരു ബിന്ദു നമ്മുടെ പെൻസിൽ അവിടെ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ സ്കെയിലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച ഫൽക്രം അല്ലേ, അത് ഇവിടെയല്ലേ ഈ ഫിക്സഡ് പോയിന്റ്, ഈ ഉത്തോലകത്തിന് ചലിക്കാൻ സഹായിക്കുന്ന ഫിക്സഡ് പോയിന്റ് ഇതല്ലേ. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് ഇതാണ് നമ്മുടെ ഫൽക്രം അഥവാ ധാരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് ഫലം പ്രയോഗിച്ചത്? നമ്മുടെ ഒരു ഗോലിക്കായെയാണ് ഇവിടെ ഫലം പ്രയോഗിച്ചത്. അപ്പോൾ ഈ ഗോലിക്കായ അല്ലെങ്കിൽ ഈ ഭാഗമാണ് ഇതിൻ്റെ യത്നം അഥവാ എഫേർട്ട്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഏതാ? ആരെയാ നമ്മൾ പൊക്കിയത്? ആരെയാ നമ്മൾ ലിഫ്റ്റ് ചെയ്തത്? 6 ഗോലിക്കായെ, 6 മാർബിൾസിനെയല്ലേ ലിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഭാഗമാണ് ഈ പ്രവർത്തനത്തിലെ റെസിസ്റ്റൻസ് അല്ലേ, റെസിസ്റ്റൻസ് അഥവാ രോധം. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് യത്നം, ഇത് ധാരം, ഇത് രോധം. എങ്ങനെയാ പറയാ? ഇത് എഫേർട്ട്. ഇവിടെയല്ലേ ഈ ഒരു ഗോലിക്കായല്ലേ എഫേർട്ട് ഇട്ടത്? ആരെ പൊക്കാൻ? 6 പേരെ പൊക്കാൻ. അപ്പോൾ ദിസ് ഇസ് എഫേർട്ട്, ദിസ് ഇസ് റെസിസ്റ്റൻസ് ആൻഡ് ദിസ് ഇസ് ദി ഫിക്സഡ് പോയിന്റ് അറ്റ് വിച്ച് ദിസ് കുഡ് ഈസിലി ടേൺ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ടീച്ചർ ഇന്നത്തെ നോട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ ഇതുപോലത്തെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു കുട്ടി ഒരു ചേട്ടനെ ഉയർത്താൻ ശ്രമിക്കുന്നു. 5 കിലോ ഉള്ള ഒരു കട്ടി വെച്ചിട്ട് 10 കിലോ വെയിറ്റിനെ ഉയർത്താൻ ശ്രമിക്കുന്നു. അതിലും ഇതേ പ്രവർത്തന തത്വം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു വീഡിയോയിലും രണ്ടാമത് ഇപ്പോൾ ഒരു 6 മാർബിൾ ഗോലിയെ ഉയർത്തിയ വീഡിയോയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫൽക്രത്തിൻ്റെ പൊസിഷൻ ഇത്തിരി മാറിയിട്ടുണ്ട്. ആദ്യം ഫൽക്രം ഇരുന്നിരുന്നത് ഇവിടെയൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ഫൽക്രം നോക്കൂ, ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ എഫേർട്ട്, യത്നം. ഇതാണ് ഫൽക്രം. അപ്പോൾ കൂടുതൽ ഭാരം പോക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തത്? ഫൽക്രവും യത്നവും, അതായത് നമ്മുടെ എഫേർട്ടും ധാരം അഥവാ ഫൽക്രം തമ്മിലുള്ള ദൂരം കൂട്ടി വെച്ചു. അപ്പം എത്രത്തോളം ദൂരം കൂടുന്നോ അത്രത്തോളം പ്രവർത്തനം എളുപ്പമാകും. ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടുന്നൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ യത്നത്തിൽ നിന്നും ധാരവും തമ്മിലുള്ള ദൂരം കൂടുന്തോറും പ്രവൃത്തി എളുപ്പമാകും. അപ്പം ഇവിടെ എന്തായിരുന്നു പ്രവർത്തനം? നമുക്ക് ഒരു ഗോലിക്കായ കൊണ്ട് 6 ഗോലിക്കായേനെ ഉയർത്താൻ പറ്റുമോന്ന്? പറ്റിയില്ലേ? എന്താ ചെയ്തത്? നമ്മുടെ നേരത്തെ ഇവിടെ നമ്മുടെ ഫൽക്രം അഥവാ ധാരം ഇവിടെയായിരുന്നു. ആ ധാരത്തിനെ അങ്ങോട്ട് നീക്കി വെച്ചു. എവിടേക്ക് നീക്കി വെച്ചു? നമ്മുടെ യത്നത്തിൽ നിന്നും അകത്തി വെച്ചു. അപ്പോൾ എന്തുണ്ടായി? നമ്മുടെ ഈ തിരികുഞ്ഞനായ ഒരു മാർബിളിന് 6 ഗോലിക്കായെ സുഖമായിട്ട് ഉയർത്താൻ പറ്റി. അപ്പോൾ ടീച്ചർ ഇന്ന് തന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഇങ്ങനത്തെ 2 ചോദ്യമുണ്ട്. ആ 2 ചോദ്യത്തിൻ്റെയും പ്രവർത്തന തത്വം ഇതാണ്. എന്താണ്? സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ, അതായത് നമ്മുടെ യത്നം അഥവാ എഫേർട്ടിൽ നിന്ന് എത്രത്തോളം ദൂരം ധാരത്തിലേക്ക് കൂടുന്നോ അത്രത്തോളം പ്രവർത്തനം എളുപ്പമാകും. താങ്ക്